അപ്പോൾ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം റൈറ്റ് ആംഗിൾ നോക്കിയിട്ട് മട്ടം തിരിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ആ 2 ഭാഗം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പിന്നെ ബാക്കിയുള്ള കോളത്തിലേക്കുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അങ്ങനെ ഇത് മാർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് കോളത്തിൻ്റെ കവറിങ് ശ്രദ്ധിക്കണം. അതുപോലെ കോളം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടോ, അതൊക്കെ ഫൗണ്ടേഷനിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, ശ്രദ്ധിച്ച വിഷയങ്ങളാണ്. ഈ കറക്റ്റ് നൂൽമറി വെച്ചിട്ട് കോളത്തിൻ്റെ കവറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. റൈറ്റ് ആംഗിളും സ്പിരിറ്റ് ലെവലും നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ ലൈനും കാര്യങ്ങളും നല്ല പോലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ നോക്കുക.